GST പരിഷ്കരണം സാധാരണക്കാർക്ക് ലഭ്യമാകണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറഞ്ഞെങ്കിലും പരിഷ്കരണം സംസ്ഥാനങ്ങൾക്കേറ്റ തിരിച്ചടിയാണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ആശങ്കകൾ കേന്ദ്രം തള്ളിയെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. അബ്ദുൾ റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം നടപ്പാക്കിയെങ്കിലും സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് കെ.എൻ. ബാലഗോപാൽ ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ തന്നെയും വിലക്കുറവുണ്ടാവുമെങ്കിൽ പോലും മറ്റൊരു രീതിയിൽ അത് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ടാകും. വിവിധ ഇനങ്ങൾക്ക് ഇപ്പോൾ GST ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നിരവധി ഉൽപ്പന്നങ്ങൾക്കൊക്കെ GST കുറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ സിമന്റ്, ഓട്ടോമൊബൈൽ, ഇൻഷുറൻസ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നികുതിയിലുണ്ടായിട്ടുള്ള മാറ്റം അത് സംസ്ഥാനത്ത് 2500 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. അതോടൊപ്പം ഈ ലോട്ടറി അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ നികുതി വർധനവ് അതും വലിയ രീതിയിൽ ഗണ്യമായി തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ആശങ്കകളാണ് ഇന്ന് കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഇരട്ട സ്ലാബ് പരിഷ്കരണം നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥ ഉപഭോക്താക്കളൊക്കെ തന്നെയും ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാകണം. അത് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതോടൊപ്പം നിലവിൽ സംസ്ഥാനത്തിന് മാത്രം, അതായത് കേരളത്തിന് മാത്രമായി GST പരിഷ്കരണത്തിലൂടെ 10,000 കോടിയോളം രൂപ പ്രതിവർഷം സാമ്പത്തിക നഷ്ടമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇത് നികത്താനുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എന്തായാലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ GST കൗൺസിലിന് മുമ്പാകെ വെച്ചപ്പോൾ അത് തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം കൗൺസിലിലെ മറ്റു മെമ്പർമാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരൊക്കെ തന്നെയും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇത്തരത്തിൽ വലിയ ഒരു ചർച്ച തന്നെയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാർ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനമായതിനാൽ തന്നെ അത് നിലവിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ദീപാവലി അനുബന്ധിച്ച് മാർക്കറ്റുകളിലൊക്കെ തന്നെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറവ് കൊണ്ടുവരണമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സെപ്റ്റംബർ 22-ാം തീയതി ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം GST കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഗുണഭോക്താക്കൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഗുണം ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഈ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഹരിച്ചായിരിക്കണം ഈ കൗൺസിൽ പ്രവർത്തിക്കേണ്ടതെന്നും അത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ കൗൺസിൽ എടുക്കാൻ കഴിയൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കൂടി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.